മുംബൈ ടീമിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഇപ്പോഴിതാ അവരുടെ കോച്ചായ മലിംഗയെ വരെ പാണ്ഡ്യ എതിർത്തിരിക്കുകയാണ്. മലിംഗയോട് പാണ്ഡ്യ മോശമായി പെരുമാറി. കളി കഴിഞ്ഞ് പാണ്ഡ്യയുടെ അടുത്തേക്ക് മലിംഗ വന്നു. എന്നാൽ പാണ്ഡ്യ മലിംഗയെ തട്ടിമാറ്റി. പാണ്ഡ്യക്കെതിരെ വലിയ വിമർശനമാണ് പുറത്തു വരുന്നത്. ഉടനെ തന്നെ പാണ്ഡ്യയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയേക്കും. ഇത് മാത്രമല്ല, മലിംഗയ്ക്കെതിരെ മറ്റൊരു കാര്യവും പാണ്ഡ്യ ചെയ്തു. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പാണ്ഡ്യയ്ക്ക് ആരായാലും ഒരുപോലെ തന്നെയാണ്. സഹകളിക്കാരോട് പാണ്ഡ്യയ്ക്ക് റെസ്പെക്റ്റ് ഇല്ല. പാണ്ഡ്യയ്ക്കെതിരെ ആര് വന്നാലും പാണ്ഡ്യ അടിച്ചമർത്തും. എന്നാൽ രോഹിത് ശർമ്മ ഇങ്ങനെയല്ല. എല്ലാ കളിക്കാരോടും ഒരുപോലെ റെസ്പെക്റ്റ് കൊടുക്കുന്ന താരമാണ് രോഹിത് ശർമ്മ. അതുകൊണ്ട് തന്നെ മുംബൈ ടീമിൽ ഒരു ഐക്യമത്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പാണ്ഡ്യ ക്യാപ്റ്റനായ സമയത്ത് മുംബൈ ടീം തന്നെ തകർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം SRHനെതിരെ പാണ്ഡ്യ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. ഇന്റർവെൽ സമയത്ത് മലിംഗയും പൊള്ളാടുമോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് പാണ്ഡ്യ വന്നതും മലിംഗ എണീറ്റ് പോയി. കാരണം പാണ്ഡ്യയും മലിംഗയും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല. മലിംഗയുണ്ടെങ്കിൽ പാണ്ഡ്യ അവിടെ സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ സ്വയമേ മലിംഗ എണീറ്റ് പോയി. ഇതന്ന് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. എങ്കിലും മലിംഗ കാര്യങ്ങൾ ക്ഷമിച്ചു. ലാസ്റ്റ് കളി കഴിഞ്ഞ് സഹതാരങ്ങൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന പതിവുണ്ട്. അതുകൊണ്ട് തന്നെ മലിംഗ എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുത്തു. എന്നിട്ട് പാണ്ഡ്യയുടെ അടുത്തേക്ക് വന്നപ്പോൾ പാണ്ഡ്യ മലിംഗയെ തട്ടിമാറ്റി. ഈ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്. പാണ്ഡ്യ ഇങ്ങനെ മലിംഗയെ ഇൻസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തെന്ന് വിചാരിച്ച് ഒന്നും തന്നെ സംഭവിക്കാനില്ല. മുംബൈ ടീമിന്റെ കോച്ചാണ് മലിംഗ. അതുകൊണ്ട് താരത്തിന് ഒരു റെസ്പെക്റ്റ് കൊടുക്കാം. റെസ്പെക്റ്റ് കൊടുത്തില്ലെങ്കിലും ഇങ്ങനെ മോശം ബിഹേവിയർ ചെയ്യുന്നത് ശരിയാണോ? പാവം മലിംഗ ഒരു നിമിഷം ഭയന്നുപോയി. താരത്തിന്റെ ഫേസ് കണ്ടാൽ അത് മനസ്സിലാകും. ഇത്രയ്ക്കും വിഷമിച്ചു നിന്ന മലിംഗയെ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. കളി കഴിഞ്ഞ് മലിംഗ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാണ്ഡ്യനോട് മോശമായി പെരുമാറിയെന്നാണ് മലിംഗ പറഞ്ഞത്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.